ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിത് റെഡിയായി ഇതേ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇത് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ടൂറിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോർത്ത് ഗോവ ഫുൾ ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇതാണ്. അപ്പോൾ ഇതേ നമ്മൾ നടന്ന് ഇതേ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ബസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേരെ കയറ്റി കൊണ്ടുപോയി. നമ്മൾ വന്നപ്പോഴേക്കും ബസ് ഇവിടെ ഇല്ല. അങ്ങനെ നമ്മൾ ആകെ കിളി പോയൊരവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ കേട്ടതും നമ്മുടെ ഗൈഡ് പറയുന്നതും നമ്മൾ കോർഡിനേറ്റർ പറയുന്നതും ആകെ മൊത്തം ഞങ്ങൾ കൺഫ്യൂഷനായിട്ട് ആകെ കിളി പോയൊരവസ്ഥയിലായിരുന്നു ഞങ്ങൾ നിന്ന്. അങ്ങനെ രാവിലെ തന്നെ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലൂടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു അഗോഡ ഫോർട്ടാണ്. നമ്മുടെ പോർച്ചുഗീസ് എറയിൽ അവർ ബിൽറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോർട്ടാണ് വിത്ത് ഒരു നമ്മുടെ ലൈറ്റ് ഹൗസൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളത് കാണാൻ വേണ്ടി ഈ ഒരു സ്റ്റെയറൊക്കെ കയറി എത്തി. അപ്പോൾ ഈ ഒരു ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഫോർട്ടാണ്. നല്ല വെയിലായിരുന്നു. നമ്മളൊരു ഉച്ച സമയത്താണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഞങ്ങള് വേറെ എങ്ങോട്ടോ പോവാണ്. അപ്പോൾ നമ്മളീ പോകുന്നത് നമ്മുടെ നോർത്ത് ഗോവയിലെ സെക്കൻഡ് ഡെസ്റ്റിനേഷനായിട്ടുള്ള സിങ്കോഴിയം ബീച്ചിലേക്കാണ്. അതൊക്കെ ഇത് നമ്മൾ മെയിനായിട്ട് കാണാനുള്ള ഈ ഒരു ലോവർ ഫോർട്ട് അഗോഡയാണ്. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ്. ഭയങ്കര ക്ലീൻ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച്. അവിടെ മെയിനായിട്ട് നമുക്ക് ബോട്ടും പിന്നെ കുറച്ച് സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ കാണാം. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ അങ്ങനെ കയറി കണ്ടൊക്കെ നിന്നു. നല്ല രസമായിരുന്നു കണ്ടു നിൽക്കാൻ. വെയിലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട്. നമ്മളിപ്പോൾ എവിടുന്ന് വരുന്ന സംശയിച്ചു ലോവർ അഗോഡ ഫോർട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ഓക്കേടാ, ബൈ. അങ്ങനെ ഞങ്ങൾ ഏതോ ഒരു ഗോവയുടെ തെരുവിൽ ഞങ്ങൾ തെണ്ടി നടക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ലാസ്റ്റ് പ്ലേസ്, കോൾവ ബീച്ച്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം നമ്മുടെ ബീച്ചൊക്കെ ഒന്ന് ആസ്വദിച്ചു. ഇനി നമുക്ക് കുറച്ച് നേരം പർച്ചേസിങ്ങിൻ്റെ ടൈമാണ്. നമുക്ക് ആക്ച്വലി ഇവിടെ നിന്നായിരുന്നില്ല പർച്ചേസിങ് പറഞ്ഞിരുന്നത്. പക്ഷേ രാവിലെ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ആ പ്ലേസസൊക്കെ മിസ്സായി. പിന്നെ നമ്മൾ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞതേ നമ്മൾ ഡിന്നറും കഴിച്ചു. നമ്മൾ 9:30 ആകുമ്പോഴാണ് ഇവിടുന്ന് തിരിച്ച് മാംഗ്ലൂർ പോകാമെന്ന് പറഞ്ഞത്. നമുക്ക് ട്രെയിനിനാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. പക്ഷേ അത് കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ നമ്മൾ പിന്നെ ബസ്സിൽ കുറച്ച് നേരമൊക്കെ എൻജോയ് ചെയ്തു. പിന്നെ നമ്മൾ ട്രെയിനിൽ കയറുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ട്രെയിൻ എടുക്കുന്നതിന് 5 മിനിറ്റ് മുന്നെയാണ് അവിടെ എത്തിയത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര ലേറ്റായെന്നൊന്നും നമുക്കറിയില്ല. നമ്മുടെ ഏജൻസിക്കാർ നമ്മൾ അത്രയും ലേറ്റാക്കി ഓൺ ടൈമിൽ അവിടെ എത്തിച്ചതെന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും നമ്മളൊരു ടൂറൊക്കെ പോകുമ്പോൾ നല്ലൊരു ഏജൻസിക്കാരെയൊക്കെ ബുക്ക് ചെയ്യുക. എന്തായാലും നമ്മുടെ ടൂറൊക്കെ കഴിഞ്ഞ് നമുക്ക് ഹാപ്പി